ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സോയ ചങ്ക് കറി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് കിച്ചണിലേക്ക് സ്വാഗതം. വെജിറ്റേറിയൻ ആണെങ്കിലും ഈ കറി എല്ലാ നോൺ വെജ് ഫാൻസിനും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ഹെൽത്തി കറി പെട്ടെന്നുണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് ന്യൂട്രെല്ല സോയ ചങ്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ നല്ല തിളച്ച വെള്ളത്തിൽ 5-10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. അതിനുശേഷം നല്ലതുപോലെ കഴുകി പിഴിഞ്ഞ് എടുത്ത് വയ്ക്കാം. വെള്ളമെല്ലാം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ചുടുവെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം. പിന്നീട് കുതിർന്ന ശേഷം ഇതിനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സവോള, കുറച്ച് വെളുത്തുള്ളി, ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില, കുറച്ച് ഇഞ്ചി എല്ലാം നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വയ്ക്കാം. സവോള നമുക്ക് ചെറുതായി മുറിക്കാം. ഈ സോയാ ചങ്ക്സിന് വെജിറ്റബിൾ മീറ്റ് എന്നും പേരുണ്ട്. ഇത് സോയാബീനിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. സോയാബീനിൽ നിന്ന് എണ്ണ നീക്കിയ ശേഷം ബാക്കിയുള്ള ഭാഗം, അതായത് കൊഴുപ്പ് കുറവും പ്രോട്ടീൻ കൂടുതലുമായ ഭാഗം, ഡീഫാറ്റഡ് സോയ ഫ്ലോർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തക്ക രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഇത് നോൺ വെജ് പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് തക്കാളി ചെറുതായി നുറുക്കാം. പണ്ട് എൻ്റെ വീട്ടിൽ ഈ ചെടി വളരെ നന്നായി വളർന്നിരുന്നു. അതിൽ നിന്ന് നിറയെ സോയാബീൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അമ്മ അതിൽ നിന്ന് നല്ല ഒരു ഉപ്പേരി ഉണ്ടാക്കും. ആ പൊരിയുന്ന സോയാബീൻസിൻ്റെ മണം, പിന്നെ അതിലെ ക്രഞ്ചിയായുള്ള രുചിയും ഇന്ന് ഓർത്തു പോകുന്നു. വെളുത്തുള്ളി നമുക്ക് ചെറുതായി അരിയാം, അല്ലെങ്കിൽ ചതച്ച് വയ്ക്കാം. ഒരു 4 to 5 അല്ലി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞു വയ്ക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞു വയ്ക്കാം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം. മല്ലിയില ഗാർണിഷിന് വേണ്ടിയാണ്, അത് അരിഞ്ഞു വയ്ക്കാം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായ ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, മണത്തിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വെന്തയം ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ വഴറ്റാം. ഇനി ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് നമുക്ക് മസാല എല്ലാം ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം ഞാൻ റോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ വറുത്ത് വെച്ച ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു ചെറുതീയിൽ വതക്കി എടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുന്നുണ്ട്.
മസാല കരിയാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ ശേഷം നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കാം. ഒരു 5 to 7 മിനിറ്റ് എടുക്കും ഉരുളക്കിഴങ്ങും സോയാ ചങ്ക്സും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടാൻ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ചു വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കാം, കാഷ്യൂ പേസ്റ്റ്. ഇത് ഗ്രേവി കട്ടിയാകാൻ സഹായിക്കും. പിന്നെ കറിക്ക് ഒരു പ്രത്യേകതര രുചിയും ഉണ്ടാവും. അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രുചികരമായ സോയാ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചപ്പാത്തിക്കൊപ്പമോ ദോശയ്ക്കൊപ്പമോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറ് കുറച്ച് നെയ്യ് ഒഴിച്ച് ആസ്വദിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഞാൻ തയ്യാറാക്കുന്നത് ഒരു രുചികരമായ വെജിറ്റബിൾ പാനിപൂരിയാണ്. കാണാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി കുക്കിംഗ്.